ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് അടദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചുടനെയൊക്കെ ചുടാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 നാഴി പച്ചരിയാണ് വെള്ളത്തിയിടുന്നത്. അതിലേക്ക് ഒരു അരനാഴി ഉഴുന്ന്, പിന്നെ ഒരു 1/4 നാഴി സാമ്പാർ പരിപ്പില്ലേ, പരിപ്പ്, അതും കൂടെ എടുത്ത് വെള്ളത്തിയിട്ട് വെക്കണം. 4 മണിക്കൂർ കുതിരണം കേട്ടോ ഇത്. അപ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം. ഈ അരി അരച്ചെടുക്കുന്നതിന് വേണ്ടി കുതിർക്കാൻ വയ്ക്കുന്ന സമയമേ ഇതിന് വേണ്ടതുള്ളൂ. അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വറ്റൽ മുളകും കൂടെ കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിയിട്ട് വെക്കണം. ഇതിടുന്ന സമയം തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വൃത്തി കഴുകണം കേട്ടോ. ഒരു 3-4 വെള്ളം കഴുകിയിട്ട് അത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. വറ്റൽ മുളക് നമുക്കൊരു 8-10 എടുക്കാം കേട്ടോ. എരി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽ മുളകിൻ്റെ എണ്ണം കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അരിയൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാ വറ്റൽ മുളകും വേറൊരു പാത്രത്തിലായിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 4 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് 2 തവണയായിട്ട് അരച്ചെടുക്കാമേ. കുറച്ചരിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 8 തവണ അരച്ചാലും മതി. പിന്നെ മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കണം. നല്ലതായിട്ട് അരച്ചെടുക്കാം. പിന്നെ പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇതായിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റും കൂടെ നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഇതാ ഞാൻ മാവ് ഫുള്ളും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഇതിനോടൊപ്പം കഴിക്കാൻ നല്ലത് നമ്മൾ അരച്ചുരുട്ടി എടുക്കൂലേ ചമ്മന്തി, കട്ടിക്ക് അരച്ചെടുക്കൂലേ, ആ ചമ്മന്തിയാണേ നല്ലത്. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ചൂടോടെ കഴിക്കാനാണ് കുറച്ച് കൂടുതൽ നല്ലത് ഈ ദോശ കേട്ടോ, ചുട്ടുടനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ നല്ലതായിട്ട് ഒഴിച്ചിട്ട് അത് നല്ല മുരിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതെങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം. പിന്നെ ഗൈസ്, ഈ മാവുണ്ടല്ലോ, ഇത് 2 ദിവസമൊക്കെ മാക്സിമം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മളിതിൽ പരിപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ചിലപ്പോൾ അത് മാവ് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം മാവ് നമ്മൾ അരച്ചെടുക്കാൻ. പിന്നെ ഇതാ ഇപ്പോൾ നല്ല അടിപൊളി ദോശയൊക്കെ അത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.